സാർ ആക്ച്വലി നമ്മുടെ പണ്ടത്തെ ടെക്നോളജി അല്ല ഇപ്പോഴത്തെ ടെക്നോളജി ഈവൻ ഡ്രിൽ ചെയ്യുന്നത് കൂടെ അറിയില്ല. വി ആർ കോറിങ്, ഞാൻ പറഞ്ഞ 250 കോടി വർഷം പഴക്കമുള്ള ഇതിനാണ്, അതും സോ മച്ച് ഡെപ്ത്. ഈ റോത്താങ് ടണലിൽ ഞാൻ ഇനിഷ്യലി റെക്കഗ്നൈസൻസ് സർവേക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഹൗ മച്ച് മണി യു ആർ സേവിങ്. നമ്മൾ ഒരു ഈ ലുലു മോളിനെ എതിർക്കാൻ നേരത്ത് 99% ഗുണമുള്ള ഒരു ലുലു മോളിൽ ഈ കുറ്റം പറഞ്ഞവരെല്ലാം വെറ്റ്ലാൻഡ്സിലാണ് ലുലു മോൾ എന്ന് പറയുന്നവരെല്ലാവരും പോയി അവിടെ ഷോപ്പിങ്ങും ചെയ്യുന്നുണ്ട്, സിനിമയും കാണുന്നുണ്ട്. അതാ നമ്മൾ അത് റിയാലിറ്റിയാണ്. നമുക്ക് ഈ വലിയ റോഡ് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കും. യു സി യു വാണ്ട് ടു റീച്ച് ഓൺ ടൈം. എത്ര ഇതാ ഇപ്പോഴത്തെ ടണലിൻ്റെ ഇതിൽ ഇറ്റ് ഈസ് എ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. ടണൽ ബോറിംഗ് മെഷീനൊക്കെ വെച്ചൊക്കെ ഡ്രിൽ ചെയ്യുന്നത് നിങ്ങൾ അറിയില്ല. യു ക്യാൻ മേക്ക് ഇറ്റ് അവർ യുവർ ഓൺ ഡയമെൻഷൻ. ആ ബോറിംഗ് മെഷീൻ ഉണ്ടാക്കാം. ഒറ്റ ബോറിംഗ് മെഷീൻ വെച്ച് തന്നെ യു ക്യാൻ ഡ്രിൽ ഇറ്റ്. ഇത് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി വെച്ച് ഡ്രിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഹാം ദ എൻവിറോൺമെൻറ്റ്. ഇറ്റ് വിൽ നോട്ട് കോസ് എനി പ്രോബ്ലം ടു ദിസ് വൺ. ഈ ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് ഈ ശരി ടണലില്ല, ഇന്ന് വയനാട് പോകണം, ഉരുൾപൊട്ടൽ പോട്ടെ, മേപ്പാടി വിട്ടേക്ക്, വെദർ യു വിൽ ബി ഗോയിങ് വെരി ഫിയർലെസ്ലി? പേടിച്ച് ആ ചുരം കയറൂ, പേടിച്ച് ചുരം. എന്തിന് നമ്മൾ പേടിച്ച് ജീവിക്കണം? When you are having a tunnel, you have an alternate way. You will go very safely. Sir, if you have looked at the tunnel project, alignment നോക്കിയാൽ നമ്മൾ ഒരു ചുരവും ഒഴിവാക്കുന്നില്ല. ആ സ്വപ്നം കുന്ന് കഴിഞ്ഞിട്ട് ഫഗതന്നെയും അതും നിറയെ ഈ വളവും തിരിവും ചുരങ്ങളും തന്നെയാണ്. വി ആർ നോട്ട് അവോയ്ഡിങ്. ഇപ്പുറത്ത് കണ്ണാടിയിൽ വന്നാലും കണ്ണാടിയിൽ വന്നാലും അത് തന്നെയാണ്. വി ആർ ഗോയിങ് ടു സേവ് 22 kilometers in travel. Wayanad to Kozhikode, 22 kilometers in travel, which is for a driver less than half an hour, or about, let's say, half an hour. And we're going to spend about 2,400 crores. Where every crore matters for me for a remediation and rehabilitation work. Moving 2,000, see, ഒരു കോടി ഉണ്ടെങ്കിൽ എനിക്ക് 4 ഫാമിലീസിനെ മൂവ് ചെയ്യാം. 10,000 പേരെങ്കിലും മൂവ് ചെയ്യേണ്ട പൈസയാണ്. Deprioritize. See, government priorities are for these things and not for that. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര എക്സ് പൈസയേ ഉള്ളൂ. ആ എക്സ് പൈസ എന്തിനു ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും അത്. ആൻഡ് ഈ റോഡിനകത്ത് വേറെ ഇഷ്യൂസും ഉണ്ട് അതിനകത്ത്. അത് ജനങ്ങൾക്കുള്ള റോഡല്ല, ബോച്ചയ്ക്കുള്ള റോഡാണ്. ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ ബോച്ചേസ് 100,000 acre ഏഷ്യാസ് ലാർജസ്റ്റ് കളി. അതെല്ലാം അടുത്തടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ എയർപോർട്ടും കൂടെ പണിയാണ്. സോ ലെറ്റ്സ് നോട്ട് സീ ഇൻ യുവർ വളരെ പൊളിറ്റിക്കലായിട്ട് ദിസ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു ലോകം അല്ല ഇത്. 3 റോഡല്ല ഉണ്ടല്ലോ, 3 റോഡുണ്ട്. കുറ്റ്യാടി റോഡ് ഇൻക്രീസ് ചെയ്യാം. ഇതേ റോഡ് കുറ്റ്യാടി റോഡ് നമുക്ക് ഇതേ കൂട്ടാൻ പറ്റും. അവിടെ പീപ്പിൾ വിൽ ഷോ യു, ഐ ക്യാൻ ഷോ യു ദാറ്റ് ദർ ഇസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ദിസ് റോഡ് വിച്ച് ഇസ് സേഫർ ആൻഡ് ബെറ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യം വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദിസ് ടണൽ റോഡ്? മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് എത്തിക്കണം. കോഴിക്കോട് മെയിൻ കാരണം അവിടെ പറയുന്നത് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിക്കണം. കോഴിക്കോടാണ് ആശുപത്രികൾ. Will you build a road for that, or will you build hospitals in Wayanad? If I am the chief minister, I will build hospitals in Wayanad. I will build 4 super specialties അവിടെ പണിയും. ബത്തേരിയിൽ പണിയും, മീനങ്ങാടിയിൽ പണിയും, മാനന്തവാടിയിൽ പണിയും, അമ്പലവയലിലും പണിഞ്ഞു കൊടുക്കും. That's what I'll do. Not take people down all the way to Kozhikode. ഇത് ഇവരുടെ മാഫിയയുടെ കളിയാണ്, കോഴിക്കോട് ഹോസ്പിറ്റൽ മാഫിയയുടെ കളിയാണ്. No. I am questioning developmental fundamentals. See, because environmental fundamentalism is not going to kill you. Development fundamentalism is what is killing you now. Everywhere. വികസന യാഥാസ്ഥികവാദമാണ് ഇന്ന് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് തൊട്ട് എല്ലാം. പരിസ്ഥിതിവാദം ഒന്നുമല്ലെങ്കിലും പ്രിക്കോഷണറി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് കാശുണ്ടാക്കുന്നത് കുറയും. ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. ഞാൻ നോർത്ത് പോളിൽ, അതായത് എർത്തിൻ്റെ നോർത്തേൺ മോസ്റ്റ് വില്ലേജിൽ ഞാൻ പോയിട്ടുണ്ട്. അത് റിസർച്ചിന് വേണ്ടി മാത്രം അനുവദിക്കുന്ന ഒരു വില്ലേജാണ്. പിന്നെ ഞാൻ അമേരിക്കയിൽ ഒരു വില്ലേജ് വഴി പാസ് ചെയ്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ടോട്ടൽ പോപ്പുലേഷൻ 15. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു ബാറുണ്ട്, സ്റ്റേ ചെയ്യാൻ ഒരു ഹോട്ടലുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റ്. മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും അവിടെ ഉണ്ട്. സോ ഓൾ ദ തിങ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് റോഡ് ആൻഡ് ഓൾ ദ ഇൻഫ്രാസ്ട്രക്ചർ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്തണം. ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യണം. I also think so. No, my point is this. I also think so.
Then how As, wait, Sir, but ഇങ്ങനെ ബാംഗ്ലൂർ പോകും, drive no, no, ചെയ്ത് I also think so. Yeah, please answer that question. ഞാൻ പോകുന്നതാണ്. ഏത് വഴി പോകും? അല്ലല്ല, ട്രിവാൻഡ്രത്തിൽ നിന്ന് സാർ ബാംഗ്ലൂർ പോകണം. it depends on how I go, how I need. ഡ്രൈവ് ചെയ്ത് അല്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യം അല്ല ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ എങ്ങനെ അല്ല, പോകും? let me make it. ഞാൻ അല്ല, അതുകൂടി അല്ല, ഉത്തരം- അല്ല, അതുകൂടി ഏത് important ഉത്തരം? ആണ് sir. Sir, ഏത് റൂട്ട് ബാംഗ്ലൂർ പോകുന്നുള്ളത് നമ്മുടെ ഈ ഞാൻ ചർച്ചയുടെ അല്ല ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ബാംഗ്ലൂർ പോകുന്നത്, ഞാൻ ബാംഗ്ലൂരിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ല. പോവുകയാണെങ്കിൽ പക്ഷേ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ യൂഷ്വലി ഡ്രൈവ് ചെയ്യുന്നത്, ഐ ഓൾസോ മേക്ക് ഇറ്റ് ക്ലിയർ, ഐ വെയിറ്റ് ഫോർ, ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോഗ്രാംസ് അങ്ങനെയാണല്ലോ. ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു പ്രോഗ്രാമിന് ഒരാൾ വിളിച്ചു, ഐ സേ ദാറ്റ് എന്നാണ്, അപ്പോൾ 5-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ പറയും 5-ാം തീയതി ആണെങ്കിൽ ഞാൻ വരില്ല, ഞാൻ 12-ാം തീയതി എന്തായാലും തൃശ്ശൂർ പോകുന്നുണ്ട്. അപ്പോൾ ഐ മൂവ് എവറിത്തിങ് അക്കോർഡിംഗ് ടു മൈ ഡേറ്റ്സ് ആൻഡ് അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ, ആൻഡ് ഐ ലിങ്ക് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. അതുകൊണ്ട് അത് എൻ്റെ ഒരു കുറ്റബോധത്തിന്റെ സാർ പ്രശ്നമാണ്. ഒരു കല്യാണം വന്നു, അതിന് ലിങ്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കല്യാണം, കുടുംബത്തിൽ ഒരു കല്യാണം വന്നു ഞാൻ ബാംഗ്ലൂരിൽ. പറഞ്ഞോട്ടെ നിങ്ങൾ പറയുന്ന എല്ലാ കാരണങ്ങൾക്കും നമ്മൾക്ക് ഇതുപോലെ ഒരു നീഡ്സ് നമുക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. മോഡേൺ മാൻ എന്ന് പറയുന്നത്, മോഡേൺ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ടിൽ അബൌട്ട് 40 years ago. I repeat that because it's no more possible എന്നുള്ളതാണ്. We have hit the wall. It's no more possible. You may still harbor those interests, but it will come down inch by inch every day എന്നുള്ളതാണ്. അത് വരും. The second thing that you are saying, ഈ മറ്റേ വെളിയിലുള്ളപ്പോൾ കണ്ടല്ലോ, ഞാൻ ലോകത്ത് ഒരുപാടത്ത് യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഐ ഹാവ് ട്രാവൽ ടു സ്പെയിൻ, യൂറോപ്പിൽ 3-4 രാജ്യങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഐ ഗോ ടു ഓൾ ദീസ് പ്ലേസസ്. തേർഡ് വേൾഡ് കൺട്രീസിന് ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഹെവി പോപ്പുലേഷനാണ്, അവിടുത്തെ പോലെയല്ല, സൗകര്യങ്ങൾ അത്രയും ഉണ്ടാക്കാൻ പറ്റില്ല, ലാൻഡ് അത്രയില്ല. ഓൾ ദിസ് ക്രൈസിസ് ആർ ദെയർ. നമ്മൾ ലാൻഡ് സ്ട്രാപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്ര പീസ് ഓഫ് ലാൻഡിനുള്ള കോമ്പറ്റീഷൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും. But when you go to പാശ്ചാത്യ രാജ്യം, the kind of things that they have set up, you will really love. You want to live like that അങ്ങനെ. പക്ഷേ you just go to UK, it's a heavily populated land. The way they have constructed things, organized things, എവിടെയെങ്കിലും തട്ടി വീഴുന്ന പേടിയുണ്ടെങ്കിൽ അവിടെ അതിനുള്ള പ്രിക്കോഷൻസ് മൊത്തം അവിടെ വരച്ച് വെച്ചിട്ടുണ്ടാവും. The whole system is precautionally done. UK-യുടെ ലാർജസ്റ്റ് ട്രാവൽ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ട്രെയിൻ സർവീസാണ്. കണ്ട റോഡുകളിലൂടെ ഓടുന്നല്ല. ഇറ്റ്സ് റോഡ്സിൽ ട്രാഫിക് ഉണ്ട്, പക്ഷേ റോഡ്സ് ആർ എൻ്റർടൈൻമെൻറ്റ് സോൺസ് ദെയർ. യു ക്യാൻ ബ്യൂട്ടിഫുള്ളി വാക്ക് ത്രൂ ദ റോഡ്സ് ആൻഡ് ലിവ് യുവർ ലൈഫ് ദെയർ. നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ ഇതൊക്കെ മിമിക് ചെയ്യാം. ഇവിടെ അതല്ല ചെയ്യുന്നത്. മൈ പോയിൻറ്റ് ഹിയർ ഈസ് സിമ്പിൾ. യു വാണ്ട് റോഡ്സ്, യു ബിൽഡ് ഗുഡ് റോഡ്സ്, നോട്ട് മർഡറസ് റോഡ്സ്, അൺഐസ്തെറ്റിക് ഫിൽത്ത് അല്ല ഉണ്ടാക്കേണ്ടത്. സിമ്പിളാണ് ഫ്രം എ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ഐ ആം ഓൾസോ എ ഡിസൈൻ തിങ്കർ. ആലപ്പുഴ ബൈപ്പാസ് ഉണ്ടാക്കി, റൈറ്റ്? ഐ എം ഡ്രൈവിംഗ് ഓവർ ഇറ്റ്. 2 വശത്തും, അതായത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ പിന്നെ കടലും കാണാൻ പറ്റും, കായലും ഒക്കെ കാണാൻ പറ്റും. കാറിൽ പോയാൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം 2 സൈഡും മതിൽ വെച്ച് അടച്ചിരിക്കുകയാണ്. ദ ഐഡിയ ഈസ് ദിസ്, ദാറ്റ് വി വിൽ ഗിവ് യു ഇൻഫ്രാസ്ട്രക്ചർ, but we'll make sure that you're also not happy. My point is, if at all you want to do engineering, there are criteria with which you have to do engineering, and you can have your demands, you can have your needs. One, infrastructure should be as aesthetic and as fitting into the ecosystem as possible. Two, it has to be hydrologically, topographically, all that befitting. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിനൊക്കെ വേണമാണ്. 4, നമ്മൾ എന്ത് വിഭവങ്ങൾ, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, ഒരിടത്ത് കുന്ന് കാണുന്നു, ഈ റോഡ് പണിയാൻ ഈ കുന്നങ്ങ് ഇടിച്ച് നിരത്തിയിട്ടങ്ങ് പോയിരുന്നു. 4 ദിവസം കഴിയുമ്പോൾ അതെല്ലാം കൂടെ തലകുത്തരം താഴെ വീഴുന്നു. This is completely engineeringly avoidable, right? Probably you can have a different route. You can have a different way of looking at constructions. ചെയ്യാൻ പറ്റും. Lastly, and above all this, ഞാൻ പറഞ്ഞ aesthetics, design ഇതെല്ലാം കഴിഞ്ഞിട്ട്, above all this there is one criteria which is new. And that unfortunately is climate. And we have no way of running away from it. Fit into it or get lost. That's the word. നമ്മുടെ aspiration level-നെ കുറയ്ക്കുക, everybody. See, you can decrease it if you want, or the system will decrease it for you in about 10 years' time. You will not have this much. We had enough. അതും ഞാൻ പറയാം. എൻ്റെ തലമുറ, ഡോക്ടർ താരയുടെ തലമുറയൊക്കെ നമുക്ക് ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കില്ല. ഇനി നമ്മളെ നശിപ്പിക്കരുത്. പിന്നെ വേറെ കാര്യമുണ്ട്, അല്ല, സെക്കൻഡ് കാര്യമുണ്ട്. ഞാൻ എല്ലാ യങ്സ്റ്റേഴ്സൊന്നും പറയാണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു,
we have set up a huge problem for you. Ecological, biodiversity, Nipah, Gipah, all these things we have set up for you. You solve your problem. You solve your problem. I don't care. ഇതിനെയാണ് അമേരിക്ക ഇന്ത്യയോടും പറയുന്നത്. Correct. അതാണ് ഇന്നത്തെ അവസ്ഥ. There is no development with adverse effect to the environment. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ലോകത്ത് ഒരു ഡെവലപ്മെന്റ് നടക്കില്ല. അത് എത്രത്തോളം മിനിമൈസ് ചെയ്യണം. സാറ് പറഞ്ഞാണ് ഇപ്പം ഇനി ഡിസ് അണ്ടർസ്റ്റാൻഡ് യു നീഡ് റോഡ് ബട്ട് എഞ്ചിനീയർഡ് റോഡ് വിത്ത് ഓൾ പ്രൊട്ടക്ടിങ് ദാറ്റ് ഈസ് ഗുഡ്. പിന്നെ പ്രയോറിറ്റി ഉണ്ട് സാർ. പ്രയോറിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിന് ഏറ്റവും നീഡി ആയിട്ടുള്ള കാര്യമുണ്ട്. സാധാരണക്കാരന് ശമ്പളം കൊടുക്കുക, വരുമാനം ഉണ്ടാക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള സാധനങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ 1.25 ലക്ഷം കോടിയുടെ കേരളയിലാണോ വേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അതല്ല ഇപ്പോഴത്തെ റെയിൽവേ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു 1/5 നമ്മളൊക്കെ പ്രൂവ് ചെയ്ത സാധനമാണ്. 1/6 1/7 യു വർക്ക്ഡ് എ ലോട്ട് ഓൺ ഇറ്റ് ഇട്ടാൽ നമ്മുടെ റെയിൽവേസിനെ ഒരു എവല്യൂഷണറി ഡെവലപ്മെന്റിലേക്ക് എത്തിക്കാം. ഇറ്റ് മേ നോട്ട് റൺ അറ്റ് 200, ഇറ്റ് മേ റൺ അറ്റ് 150. ചെയ്യാൻ പറ്റില്ലെന്ന് ആരാ പറയുന്നത്? ദാറ്റ് ഈസ് ദ പോയിന്റ്. നോ, നോട്ട് ദേ. ഇവിടെ ഉള്ള പ്രോജക്ട് പ്രപ്പോസൽ കാണണം. As engineers and economists, we could tear down the proposal saying that particular project was completely undoable. We proved it. travel system കേരളത്തിന് വേണമെന്നുള്ളതിനെ It will evolve. It will evolve. I completely support. ഡോക്ടർ, ഈ ആറുവരി പാതയുടെയൊക്കെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഇതൊന്നും ഞാൻ ചോദിക്കുന്നത് ഈ ഉള്ള റോഡുകൾ, ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം താങ്കളോട്, 6 വരി പാത വേണോ അതോ ഇപ്പോൾ നിലവിലുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റണോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള റോഡ് നല്ലോണം ടാർ ചെയ്ത് നല്ല സുഖമായിട്ട് സഞ്ചരിക്കത്തക്ക രീതിയിൽ അതാക്കി തരണം എന്നായിരിക്കും എൻ്റെ പ്രയോറിറ്റി. അതായത് 6 വരിയും മോശമായിട്ട് കിടക്കുന്നതാണോ വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ 2 വരി പാത വണ്ടികളുടെ ബാഹുല്യം റിയാലിറ്റിയെ കൂടി അപ്പൊ അതിനൊക്കെ വേറെ മാർഗങ്ങൾ ഉണ്ടല്ലോ. നിങ്ങളുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരിടത്തും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഈ നിങ്ങളുടെ ഓരോ ആളുകൾക്കും വാഹനം എന്ന് പറയുന്നത് പറ്റുമോ? ഏതാ സിസ്റ്റം നമ്മളൊന്നും എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? അത് മര്യാദയ്ക്കല്ലാത്തതുകൊണ്ടല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നേരത്തെ ടണൽ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ സജിൻ, ഈ ടണൽ പ്രോജക്റ്റിന് ഏതെങ്കിലും തരത്തിൽ വയനാടിന്റെ ഇപ്പോഴത്തെ വൾണറബിലിറ്റി ആക്സിലറേറ്റ് ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ഞാൻ പറയാം, നമ്മൾ ഈ 6 വരി പാതയൊക്കെ എതിർക്കാൻ നേരത്ത് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട് വഴി പോകും. നമ്മൾ എതിർക്കുന്നവർ ബാംഗ്ലൂർ പോകുന്നത് തമിഴ്നാട് വഴി പോകും. ഞാൻ പറയുന്നില്ല. വി നീഡ് റോഡ്സ്, വി നീഡ് ഗുഡ് റോഡ്സ്. ഇപ്പോൾ കുറേ കാലമായിട്ട് വി ഡോണ്ട് ഹാവ് ഗുഡ് റോഡ്സ്. വി ഹാവ് റോഡ്സ് വിച്ച് ആർ ആക്ച്വലി ഒരു എൻ്റെ ഭാഷയിൽ ഞാൻ കുറച്ച് എക്സ്ട്രീമായിട്ട് പറയാം, മർഡറസ് റോഡ്സ് ആണ്. ഇറ്റ് ഹാസ് കിൽഡ് മോർ പീപ്പിൾ ദാൻ പ്രോബബ്ലി സേവ്ഡ് മോർ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോട്ട് ഹോൾസ്. മാത്രമല്ല ആക്സിഡന്റ് കൊണ്ട് മരിക്കുന്നതല്ല, പോട്ട് ഹോളിൽ വീണ് മരിക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട റോഡുകൾ. നോ, ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് MC road. MC road is a traditional road, പഴയ റോഡ്. I still have respect for that road. അതാണ് എൻ്റെ വഴി യൂഷ്വലി. പക്ഷേ let's say the NH coming. Now there is a new road that is going to come up from Pothangodu to Angamali. New road. Then there is a Malayora highway. But you have a 4-lane coastal road now. കംപ്ലീറ്റ് കെട്ടി പ്രോജക്റ്റ് ആക്കിയിട്ടുണ്ട്. എത്രയോ കോടി രൂപ. നിങ്ങളുടെ അല്ല, എൻ്റെ പ്രോബ്ലം നിയമോ അല്ല, അത് വരുംതോറും കൂടുതൽ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പ്രോബ്ലം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവനും ഒരു കാലത്ത് ചെയ്യേണ്ടി വരും. മനുഷ്യൻ താമസിക്കാൻ പറ്റാത്ത അത്ര ഇതിനെ ഇനണ്ടേറ്റ് ചെയ്ത് കൊല്ലേണ്ടി വരും. അപ്പോൾ വേർ വിൽ വി സ്റ്റോപ്പ് ആൻഡ് വേർ വിൽ എന്റെ ചുറ്റും 3-4 കാറുള്ള വീടുകളാണ്. ഞാൻ കണ്ടുവരുന്ന എന്റെ വീട്ടിൽ സ്കൂട്ടറേ ഉള്ളൂ. ഞാൻ ഏകദേശം കാറ് വാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു അവസ്ഥയിൽ എത്തുന്നു. എന്റെ ഒരു സ്വപ്നമാണ് ഒരു കാറ് വാങ്ങാൻ. അപ്പൊ എന്റെ ഈ സ്വപ്നത്തോടാണ് സാറ് പറയുന്നത് നിങ്ങൾ കാറ് വാങ്ങാൻ നമ്മുടെ റോഡ് അല്ല. ഞാൻ പറയുന്നത് വളരെ അതേ അങ്ങനെയല്ല. സി യു ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഇപ്പം ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഇത്രയും കല്ലും മണ്ണും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും കുന്നുകൾ ഇടിച്ചാലേ കല്ലും മണ്ണും ഉള്ളൂ. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് വീട്ടിലൊരു 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കണ്ടു. എൻ്റെ സ്വപ്നം അതായാലോ?
ഇപ്പോൾ എൻ്റെ സ്വപ്നം ആ 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടായാലോ, എല്ലാവരുടെയും സ്വപ്നം 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടായാലോ. ഓരോ ആവറേജ് അമേരിക്കനും ആവറേജ് കനഡിയനും ജീവിക്കുന്ന റിസോഴ്സ് യൂസ് ഉണ്ട്. അതിൻ്റെ ഓൾമോസ്റ്റ് 1/200 റിസോഴ്സ് യൂസിലാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പോപ്പുലേഷൻ ചൈനയുടെ പോപ്പുലേഷൻ 1/3, രണ്ടും കൂടെ ചേർന്നാൽ 1/3 ഓഫ് ദ വേൾഡാണ്. റൈറ്റ്? നമ്മൾ ചൈനക്കാരൻ്റെ ഇന്ത്യക്കാരൻ്റെ സ്വപ്നം അമേരിക്കക്കാരൻ്റെയും കാനഡക്കാരൻ്റെയും സ്വപ്നമായാലോ? അത്രയും വിഭവങ്ങൾ ഈ ലോകത്തുണ്ടോ എന്നുള്ളതാണ്. ദർ ഇസ് എ ഡേറ്റ. നൗ ഐ ഗിവ് യു എ ഡേറ്റ ഓൺ ദാറ്റ്. ഇത് അങ്ങനെ തന്നെ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നോക്കിയാൽ മതി. യു നോ വാട്ട് ഇസ് ദ ഡേറ്റ? ദർ ഇസ് എ ബുക്ക് ബൈ ലോവിൻസ് ആൻഡ് ഹോക്കൻസ്. ഇറ്റ്സ് കോൾഡ് നാച്ചുറൽ ക്യാപിറ്റലിസം. ആ ബുക്കിൽ ഇവർ ഈ കൺസംഷൻ ഡേറ്റ എഴുതിയിട്ടുണ്ട്. ഇഫ് everybody in the world wants to live like an average American or an average Canadian, you will need 8 earths. 8 ഭൂമി വേണം എന്നാണ്. യു ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് ഉള്ളത്, പൈസയ്ക്ക് ലിമിറ്റ്സ് ഇല്ല. യു ക്യാൻ കീപ്പ് ഓൺ മൾട്ടിപ്ലൈങ് ബിക്കോസ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് വിൽ allow you to do that. ബട്ട് ലാൻഡിന് ലിമിറ്റ്സ് ഉണ്ട്, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അത് സ്പെസിഫിക് ലിമിറ്റ്സ് ഉള്ളപ്പോൾ how are you going to sit in the same land and say that I will consume maximum of this land? You get me? മാക്സിമം കൺസംഷൻ നടത്തുന്ന അമേരിക്ക ഇന്ത്യക്കാരോട് നിങ്ങൾ കൺസംഷൻ കുറയ്ക്കണമെന്ന് എന്ത് പറഞ്ഞിട്ടില്ല? പറയുന്നുണ്ട്. അല്ല, അത് no, that is no, Sarita, that we are fighting. No, see, no, that attitude we are fighting. See, when America says that, ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസസിലെല്ലാം സംഭവിക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഇന്ത്യയെ ട്രാൻസിഷൻ ചെയ്യാൻ, അതായത് ഇന്ത്യയെ പോലത്തെ ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനെ ഈ പറഞ്ഞ ലോകത്തിൻ്റെ ഈ കാർബൺ എമിഷൻസിൻ്റെ ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്താൻ അവരും ട്രാൻസിഷൻ നടത്തും, നമ്മളും ട്രാൻസിഷൻ നടത്തും. പക്ഷെ നമ്മൾക്ക് നടത്താനായിട്ട് കാശ് അവർ തരണം എന്ന് പറഞ്ഞൊരു ഡിമാൻഡുണ്ട്. ലോസ് ആൻഡ് ഡാമേജസ് ഡിമാൻഡ്സ് വരെ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഡിസ്കഷൻസ് ഹാപ്പനിങ് അറ്റ് the questions that you asked would be valid 40 years back. Now it's no more valid. Hello, ഒരു മിനിറ്റ്. Now no more valid. 40 years back it's valid. Now it's no more valid. Now the problem is you're not going to be measured by money. You're not going to be measured by the number of cars. You're going to be measured by the carbon. In 10 years time we will sit and be measuring in carbon. And if you're a bad carbon emitter, you're out. മനസ്സിലായില്ലേ? Let's get to the reality. അത് എൻ്റെ ലോകമല്ല. I'm 57. I'll die. Your world. So better kind of reality. കാർബണിന്റെ സാർ ഞാൻ സപ്പോർട്ട് ഈ കാർബണിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നേ. ഞാൻ രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ രാത്രി 8:45 ഞാൻ സുൽത്താൻ ബത്തേരി എത്തി ഡ്രൈവ് ചെയ്തപ്പോൾ. പക്ഷെ ഞാൻ ഇപ്പുറത്തെ റോഡ് പിടിച്ച് ഞാൻ രാവിലെ 4 മണിക്ക് തിരിച്ചപ്പം ഞാൻ 9 മണിക്ക് നിങ്ങൾ ഞെട്ടും ഞാൻ ഹൈദരാബാദ് എത്തി. അപ്പൊ ഏതാണ് കാർബൺ കൂടുതൽ? സാർ നമുക്ക് നല്ല റോഡ് വേണം, കാർബൺ എമിഷൻ ഒക്കെ കുറയണമെങ്കിൽ.